ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ചിക്കൻ ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കിയാലോ? വായു. അതിനുവേണ്ടി 4 കിഴങ്ങെടുത്ത് തൊലി ഒന്ന് കളഞ്ഞെടുക്കണേ. എടുത്തതിന് ശേഷം നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞതിന് ശേഷം അടുപ്പത്തോട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണേ. തിളച്ചതിന് ശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നമ്മുടെ കിഴങ്ങൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. 15 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചാൽ മതി. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിന് വേണ്ടത് സബോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് മതി കേട്ടോ. കിഴങ്ങിൻ്റെ വെള്ളം ഒന്ന് മാറ്റിക്കഴിഞ്ഞ് അതിലോട്ട് 1/4 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ചീഞ്ചട്ടിയിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. സബോള ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പം അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും സബോള ഒന്ന് ഇളക്കി കഴിഞ്ഞ് അതൊന്നുകൂടെ കുറച്ച് ബ്രൗൺ കളറും കൂടെ ആയി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ യോജിക്കുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇതൊന്നുകൂടെ ഒന്ന് ബ്രൗൺ കളറായി വരണം. ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിടാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ഉപ്പിട്ടിട്ടില്ല. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വേവിച്ച കിഴങ്ങിൽ ഉപ്പുണ്ടെങ്കിൽ ഇതിലോട്ട് ഉപ്പിടണ്ട കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പം ഇതിലോട്ട് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാനിപ്പം സോയാ സോസും റെഡ് ചില്ലി സോസും ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വരും. എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച കിഴങ്ങിട്ട് കൊടുക്കാം കേട്ടോ. കിഴങ്ങും ഇട്ട് വന്ന് ചിക്കനും ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്തത് ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ വേണ്ട. എന്നിട്ട് ഇത് സെർവ് ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെയും ലവ് യു ആൻഡ് ബൈ.